മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 18ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നിപ്പോൾ. അപ്പൊ 18ാമത്തെ ദിവസത്തെ റോണ്ടാബേൺ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 18 ദിവസത്തിൽ 17 ദിവസവും നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇൻ ഡെപ്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഏരിയനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഓരോ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഏരിയയിലൊക്കെ നമ്മൾ എന്താണ് മേക്കപ്പ് ചെയ്ത് നമുക്കൊരു വെൽത്തിലുള്ള മാജിക് ചെക്കും ചെയ്തു വന്നല്ലേ. ഇനി നമ്മൾ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് മാജിക്കലി അതിനെ എങ്ങനെ നമുക്ക് ലൈവാക്കി കൊണ്ടുവരാം, മാജിക്കലി നമുക്ക് നമ്മളിലേക്ക് അടുക്കേണ്ട കാര്യങ്ങളെ ലൈവായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മുടെ ഡൂ ലിസ്റ്റ്, നമ്മള് ദ മാജിക്കൽ ഡൂ ലിസ്റ്റ് ആണ്, ടു ഡു ലിസ്റ്റ് ആണ്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഡൂ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും പലപ്പോഴും നമുക്ക് നിരാശയാണ് ഉണ്ടാവല്. ഞാൻ ഇന്ന് വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, എന്താ നല്ലൊരു ഡോക്ടറെ കാണാൻ പോവാണ്ടാവും, നല്ല കുട്ടീനെ എന്തെങ്കിലും ചെയ്യാണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് ബിസിനസ്സിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ശരിക്കും നമ്മൾ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന മാന്ത്രിക കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളെ നോവലിസ്റ്റും കവിയായിട്ടുള്ള ഈഡൻ ഫിലിപ്പോ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ പല വ്യക്തികളും പല രീതിയിലും പല സാഹചര്യത്തിലൂടെയും നമ്മളോട് പല വാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ഡേ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ അതിൽ എന്താകുന്നില്ല, സാറ്റിസ്ഫൈ ആവുന്നുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ ചെറിയ ചെറിയ ജീവിത പ്രശ്നം, ഒരു കാര്യം പരിഹരിക്കുമ്പോൾ ചെറിയ ചെറിയ ജീവിത പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ചില എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു സാറ്റിസ്ഫൈ അല്ലാത്ത രീതിയിൽ നമ്മൾ ആ ഡേനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നടക്കാത്ത കാര്യത്തിനെ കുറിച്ച്, അല്ലെ അത് കറക്റ്റ് ആയിട്ട് സംഭവിക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് അത് നടക്കാത്തതിന്റെ അപാകതയും അതിന്റെ നെഗറ്റീവും ഒക്കെ ആയിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പൊ നമുക്ക് എന്താണ് നമ്മളെ ഫീലിങ്സ് ഉണ്ടാവുക, ഓ അത് നടന്നില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു തോട്ടിലായിരിക്കും ഇങ്ങനെ. അപ്പൊ അത് നടക്കാത്ത അവസ്ഥയാണ് കൂടുതലും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഡേനെ പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ എങ്ങനെ ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിലൂടെ നമുക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, പരിഹരിക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ, പരിഹരിക്കണം എന്ന് ആഗ്രഹിച്ചത് ചെയ്യാൻ പറ്റാത്ത, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. മൊത്തം ഒന്ന് ടോട്ടലി നിങ്ങൾ അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യുക, ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ലിസ്റ്റ് ചെയ്തതിൽ മെയിൻ ആയിട്ട് ഇന്ന് അച്ചീവ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ അതിനകത്ത് നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മൾ ആ 3 കാര്യത്തിൽ ഒരെണ്ണം എടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ആ കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം നടന്ന് നിങ്ങൾ അത് അച്ചീവ് ചെയ്ത് ആ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞതിന് നിങ്ങൾ മനസ്സിന് ഭയങ്കര ഹാപ്പി ആയി അതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവുക. ദെൻ അടുത്തത് എടുക്കുക, ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുക കറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് അല്ലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡൂ ലിസ്റ്റ് ഇന്ന് ചെയ്യാൻ വിചാരിച്ച ആ 3 കാര്യത്തിൽ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു എപ്പോ ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നു, അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇത് നടന്നതായിട്ടും കൃതജ്ഞതയും മാത്രമാണ് വരിക. അല്ലെങ്കിൽ ഇതിനനുസരിച്ച് ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വരിക. അതേസമയം ഇത് ചെയ്യണല്ലോ, ഇതിപ്പോ ചെയ്യും, എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അത് അട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി പകുതിയാണ് ഉണ്ടാവുക. അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനകത്ത് നിന്ന് 3 എണ്ണം എടുക്കുക. 3 എണ്ണം എടുത്തിട്ട് അത് ആദ്യം ഒരെണ്ണം എടുക്കുക, അത് നടന്നതായിട്ട് കറക്റ്റ് ഫീൽ ചെയ്തിട്ട് അതിന് താങ്ക് യു പറഞ്ഞിട്ട് അടുത്തത് എടുക്കുക, അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് താങ്ക് യു പറയാം, പിന്നെ മൂന്നാമത്തത് എടുക്കുക. പിന്നെ എപ്പോഴൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു അപ്പൊ താങ്ക് യു, ആ നടന്നു കിട്ടിയതിന് ലഭിച്ചതിന് താങ്ക് യു എന്ന് തന്നെ എക്സ്പ്രസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തോട്ടുകളായിരിക്കും വരിക, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ നിങ്ങൾ അത് ആക്ട് ചെയ്ത് പോകുമ്പോൾ ആ കാര്യങ്ങൾ
അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ മാജിക്കലി നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ ലോജിക്കലി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ പറ്റിയുള്ള തോട്ട് നിങ്ങൾ കൊടുത്തു, ഓൾറെഡി അത് ഫീൽ ചെയ്ത് ഇമോഷണലി താങ്ക് യു പറഞ്ഞ് നടന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ വീണ്ടും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ താങ്ക് യു ആണ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. റോണ്ടാബേണിന്റെ മകളുടെ ഒരു കാര്യം ഈ ബുക്കിലൂടെ പറയുന്നുണ്ട്. ഒരു ദിവസം റോണ്ടാബേണിന്റെ മകളുടെ പേഴ്സ്, അദ്ദേഹം പുറത്താ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നാട്ടിൽ വന്ന സമയത്ത് എവിടെയോ വെച്ച് പേഴ്സ് നഷ്ടപ്പെട്ടു. അതിൽ കാർഡ്, ATM കാർഡ്, ID പ്രൂഫ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രേഖകളും ഉള്ള ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ പേഴ്സ് എവിടെ നഷ്ടപ്പെട്ടു പോയതെന്നോ ഒന്നും അറിയില്ല. പക്ഷെ പേഴ്സിൽ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. അബദ്ധം വെച്ചാല് അത് കിട്ടുമോ കിട്ടൂല എവിടെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് പിന്നെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ചാൽ അതിനകത്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറും അതിനകത്തില്ലായിരുന്നു. അങ്ങനെ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്നു. കുട്ടി ഒരു സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് എന്ത് ചെയ്തു, ആ കുട്ടിയുടെ പേഴ്സ് കറക്റ്റ് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു. അതിനകത്തുള്ള ID പ്രൂഫും ATMസും എല്ലാം കറക്റ്റ് ആയിട്ട് അതിനകത്തുള്ള എല്ലാ രേഖകളും ഒരു കേടുപാട് കൂടാതെ അതുപോലെ തന്നെ നിൽക്കുന്നതും, ആ പേഴ്സ് തുറന്ന എല്ലാ രേഖകളും നന്നായിട്ട് കാണുകയും അതൊരു കേടുപാട് കൂടാതെ ആ കുട്ടിയുടെ കയ്യിലേക്ക് തിരിച്ച് ലഭിക്കുന്നതും വിഷ്വലൈസ് ചെയ്തിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു നന്നായിട്ട് പറഞ്ഞു. പിന്നെ എപ്പോഴൊക്കെ കുട്ടിക്ക് ഈ പേഴ്സിനെ കുറിച്ച് ഓർമ്മ വരുന്നോ അപ്പോഴൊക്കെ കുട്ടി എന്ത് ചെയ്തു, ഇത് ലഭിച്ചതിന് താങ്ക് യു, ലഭിച്ച് കിട്ടിയിട്ടുള്ള ആ ഫീലിംഗ് കൊടുത്തു, താങ്ക് യു കൊടുത്തു. അങ്ങനെ ഒരു ഇത് കറക്റ്റ് ആയിട്ട് ഒരു കർഷകന് അവരുടെ വീടിന് മുമ്പിൽ ഒരു കർഷകന് വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കർഷകന് അത് നോക്കിയപ്പം കുറെ പരിധി നോക്കി അതിനകത്ത് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ അന്വേഷിച്ചു, ആരതും അല്ല എന്ന് പറഞ്ഞ് കർഷകൻ അത് വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷെ കർഷകൻ ഈ പണി എടുത്തോണ്ട് നിൽക്കുമ്പോ ഒക്കെ മനസ്സിന് ഭയങ്കര വ്യാകുലതയായിരുന്നു. ഓ, ഈ പേഴ്സ് ആരതായിരിക്കും, ഇതിന്റെ ഉടമസ്ഥന് എത്തിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള വ്യാകുലതയായിരുന്നു. ഈ ഉടമസ്ഥന്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു കൊടുക്കണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് എന്താണ് കുറെ പ്രാവശ്യം ആലോചിച്ച് എങ്ങനെ കിട്ടുമെന്ന്. അങ്ങനെ ഇദ്ദേഹം രാത്രി ഈ പേഴ്സ് എടുത്ത് നോക്കി, അതിൽ ഒരു പേപ്പർ കിട്ടി. ആ പേപ്പർ കിട്ടിയപ്പോ അതിന്റെ സർനെയിമും ഫാദർ നെയിമും ഒക്കെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പേപ്പർ തുണ്ട് കിട്ടി. അത് വെച്ചിട്ട് ഫോൺ ഡയറക്ടറിയിലേക്ക് വിളിച്ചിട്ട് ആ നമ്പറിലുള്ള കോണ്ടാക്ട് അന്വേഷിച്ചു. അപ്പൊ ഒരു കോണ്ടാക്ട് നമ്പർ കിട്ടി. അത് അവരുടെ തറവാട്ടിലെ നമ്പർ ആയിരുന്നു. എന്നിട്ട് അതിലേക്ക് വിളിച്ചിട്ട്, അച്ഛന്റെ തറവാട്ടിലെ നമ്പർ ആയിരുന്നു, ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് പേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതൊരു 100 മീറ്റർ മൈൽ അപ്പുറമുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ പോയിട്ട് ആ പേഴ്സ് കളക്ട് ചെയ്യും. ഒരു കേടുപാടും കൂടാതെ ഭംഗിയോടുകൂടി ആ കുട്ടിക്ക് ആ പേഴ്സ് കിട്ടുകയും ചെയ്തു. പിന്നീട് ഈ റോണ്ടാബേണിന് പല പ്രാവശ്യം ഡയറക്ടറിയിലേക്ക് വിളിച്ചിട്ടും അങ്ങനെ ഒരു നമ്പർ ഉള്ളതായിട്ടോ അങ്ങനെ ഒരു കോണ്ടാക്ട് അവിടെ ഉള്ളതായിട്ടോ അവർ പറയുന്നില്ല. പക്ഷെ മാജിക്കലി ഇത് ഹാപ്പൻ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനെ തേടുന്നോ അത് ഓൾറെഡി നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഇതിന് നന്നായിട്ട് താങ്ക് യു പറയുക എന്നുള്ളതാണ്. അത് കിട്ടിയതായിട്ടും ലഭിച്ചത്, നിങ്ങൾക്ക് ഏതൊരു പ്രശ്നമാണോ പരിഹരിക്കേണ്ടത് അത് നിങ്ങൾക്ക് റിയാലിറ്റി ആയി മാറിയതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് താങ്ക് യു പറയാം. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, ഓരോ ഗ്രാറ്റിറ്റ്യൂഡും വായിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞു. പിന്നെ ഇന്നത്തെ 18ാമത്തെ ഡേ പ്രാക്ടീസ് ആണ്. അതിൽ നമുക്ക് പരിഹരിക്കേണ്ടത്, നമുക്ക് പരിഹരിക്കേണ്ട ഓരോ പ്രശ്നങ്ങളും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പരിഹരിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്തു, ഒരെണ്ണം എടുത്തു, അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് താങ്ക് യു പറഞ്ഞു. രണ്ടാമത്തത് എടുത്തു, മൂന്നാമത്തതും അങ്ങനെ എടുത്ത് നടന്നതായിട്ട് കൃത്യമായിട്ട് കണ്ടിട്ട് നല്ല ഫീലിങ്ങോട് കൂടി താങ്ക് യു പറഞ്ഞു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ഇന്ന് രാത്രി, അത് ഒരു പ്രാക്ടീസ് ആണ്. അത് കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ മാജിക് സ്റ്റോൺ എടുക്കുന്നു. നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ ഡേ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും താങ്ക് യു പറയുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ 1ാമത്തെ ഡേ മുതലുണ്ട്, അത് മുതൽ നിങ്ങൾ കാണാം. ഞാൻ ആദ്യം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് 10 എണ്ണം ഇന്നത് ഡേ 1ൽ നമ്മൾ ചെയ്ത് അത് എല്ലാ ദിവസവും ചെയ്യണം. 2ാമത്തെ ഡേയിൽ പറഞ്ഞാണ് മാജിക് സ്റ്റോൺ, അതും എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. അപ്പൊ ഈ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ ഡേ പ്രാക്ടീസ് മാത്രമാണ് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാജിക് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. ഇനി ആദ്യമായിട്ട് എന്നെ കാണുന്നവരാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ അതിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.